എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്ദന. വിഷുവിടെ അടുത്തു. ഇനി എല്ലാവർക്കും വിഷു വിഭവങ്ങൾ, വിഷു പായസം ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ചിന്ത. എന്നാൽ നമുക്ക് വിഷുവിന് മുമ്പായിട്ടൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയാലോ? ഈ സ്പെഷ്യൽ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈന്തപ്പഴം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസീഡഡ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ, കാരണം നമ്മളിവിടെ പശുവിൻ പാലല്ല തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തേൻ, ശർക്കര, പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കരയ്ക്ക് ഒരു ഓറഞ്ച് കളറാണ്, നാട്ടിലെ ശർക്കരയല്ല. പിന്നെ വറുത്തിടാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് തേങ്ങാക്കൊത്തും ഉപയോഗിക്കാം. സാധാരണ നമ്മൾ ഉരുളിയിലൊക്കെയാണ് പായസം വയ്ക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലം ഉരുളി ഇല്ലാത്ത കാരണം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുക്കുകയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട്സ് തന്നെ വേണമെന്നില്ല, ഇതിന് പകരമായിട്ട് തേങ്ങാക്കൊത്ത് വേണമെങ്കിലും വറുത്തിടാവുന്നതാണ്. ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ശർക്കര ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 100 ഗ്രാമോളം വരുന്ന ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. 1-ാം പാലും 2-ാം പാലും എടുക്കണം. അങ്ങനെ നമ്മുടെ ശർക്കര ഉരുകിയിട്ടുണ്ട്. ഇനി ഈന്തപ്പഴം ഒന്ന് വേവിക്കണം. വെന്തതിന് ശേഷം ഇത് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ ഈന്തപ്പഴം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കൂടെ നമ്മുടെ ശർക്കര അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്ത ഈ ഈന്തപ്പഴം വേവിച്ചത് നമുക്ക് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത്. ഇനി നേരത്തെ കാഷ്യൂ നട്ട് നമ്മൾ വറുത്തെടുത്തല്ലോ, ആ നെയ്യിൽ തന്നെയാണ് നമ്മളിനി ഈ ഈന്തപ്പഴം വേവിച്ചതും വരട്ടാൻ പോകുന്നത്. ഇത് ഏതാണ്ട് ഒരു 150 ഗ്രാമോളം വരുന്ന ഈന്തപ്പഴമാണ്. ഇതിനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ഒഴിക്കാം. എടുക്കുന്ന ശർക്കരയുടെ അളവും ഈന്തപ്പഴത്തിനനുസരിച്ചാണ്. കാരണം ഈന്തപ്പഴത്തിന് ആദ്യം തന്നെ കുറച്ച് മധുരം ഉണ്ടാവും. കൂടാതെ നമ്മളിതിനകത്ത് തേനും ചേർക്കുന്നുണ്ട്. അതിനനുസരിച്ച് ശർക്കരയും എല്ലാം എടുക്കാം. ഈ ഒരു റെസിപ്പി ഈന്തപ്പഴം വെച്ച് മാത്രമല്ല, ഈന്തപ്പഴവും മാമ്പഴവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം. കൂടാതെ മാമ്പഴം മാത്രമായിട്ടും ഇതുപോലെ തയ്യാറാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നെയ്യും ഈന്തപ്പഴം വരട്ടിയതും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച 2-ാം പാൽ കുറച്ചായിട്ട് ചേർക്കാം. കാരണം എപ്പോഴും തിളയ്ക്കുന്ന പായസത്തിലെ പാലൊഴിക്കാവൂ.
ഇല്ലെങ്കിൽ അതിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരും. രണ്ടാം പാൽ ഏകദേശം ഒരു 2 കപ്പോളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ കുറച്ചായിട്ട് ഒഴിച്ച് തിളപ്പിക്കാം. നന്നായി ഒരു 4-5 മിനിറ്റ് തിളച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് തിള നിന്നതിന് ശേഷം മാത്രം നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. ഇതൊരു 1 കപ്പോളം വരുന്ന ഒന്നാം പാലാണ്. അപ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം മാത്രമാണ് നമ്മൾ തേൻ ഒഴിക്കാൻ പോകുന്നത്. നാട്ടിലെ ശർക്കരയല്ല, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു കളറ് വരാത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് തേൻ ചേർക്കാം. നേരത്തെ പറഞ്ഞ പോലെ എടുത്ത ഈന്തപ്പഴത്തിനനുസരിച്ച് അല്ലെങ്കിൽ മാമ്പഴം വെച്ചാണെങ്കിൽ അതിനനുസരിച്ച് വേണം തേൻ ചേർക്കാൻ. ഇതിനകത്ത് എനിക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കണം തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാം. അവസാനമായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ അണ്ടിപ്പരിപ്പും കൂടെ ഇതിനകത്ത് ചേർക്കാൻ പോവുകയാണ്. വളരെ സ്വാദേറിയ ഒരു പായസമാണിത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാമ്പഴം വെച്ചും ചെയ്യാം, മാമ്പഴവും ഈന്തപ്പഴവും കൂടെ മിക്സ് ചെയ്തും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഈന്തപ്പഴം പായസം തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ റെസിപ്പിക്കകത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിഷു ഒക്കെ ആയി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.